ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിലെ ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് തേർഡ് മൊഡ്യൂൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൊഡ്യൂൾ 4 സ്ട്രാറ്റജിക് അനാലിസിസ് ആൻഡ് ചോയ്സ് ഓഫ് സ്ട്രാറ്റജിയാണ്. ഒരു അത്യാവശ്യം വലിയ മൊഡ്യൂളാണ്. നമുക്ക് മാക്സിമം സിമ്പിളായിട്ടാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം. മൊഡ്യൂൾ 4 സ്ട്രാറ്റജിക് അനാലിസിസ് ആൻഡ് ചോയ്സ് ഓഫ് സ്ട്രാറ്റജി. ഫസ്റ്റ് നമ്മൾ അതിൽ നോക്കാൻ പോകുന്നത് എന്താണ് സ്ട്രാറ്റജിക് ചോയ്സ് എന്നാണ്. നോക്കാം. വാട്ട് ഈസ് എ സ്ട്രാറ്റജിക് ചോയ്സ്? സ്ട്രാറ്റജിക് ചോയ്സ് മീൻസ് choosing the best course of action from the different options a business has in order to achieve its objectives in a competitive environment. ഒരു കോമ്പറ്റേറ്റീവ് എൻവയോൺമെൻറ്റിൽ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് ഓപ്ഷൻസിൽ നിന്ന് നമ്മുടെ ബെസ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ ചൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്ട്രാറ്റജിക് ചോയ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് സ്ട്രാറ്റജിക് ചോയ്സ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം കുറച്ച് സംഭവമുണ്ട്. അതിൽ നമ്മളൊരു കാര്യം ചൂസ് ചെയ്യുന്നു. അപ്പോൾ എന്താണ്, കുറച്ച് ഡിഫറെൻറ്റ് ഓപ്ഷൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ഡിഫറെൻറ്റ് സ്ട്രാറ്റജീസ് ഉണ്ടാവും. അതിൽ നിന്ന് നമുക്ക് ബിസിനസ്സിന് നമ്മുടെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് വേണ്ടതെന്ന് നോക്കിയിട്ട് കൃത്യമായിട്ടുള്ള ബെസ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ ചൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്ട്രാറ്റജിക് ചോയ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് ദ ലിങ്ക് ബിറ്റ്വീൻ അനാലിസിസ് ആൻഡ് ആക്ഷൻ. അനാലിസിസ് ആൻഡ് ആക്ഷൻ അതിൻ്റെ ഒരു ഇടയിലൊരു ലിങ്കായിട്ടാണ് ഇത് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നമ്മൾ നോക്കാൻ പോകുന്നത് സ്റ്റെപ്സ് ഇൻ സ്ട്രാറ്റജിക് ചോയ്സ്. എങ്ങനെയാണ് ഈ ബെസ്റ്റ് ഓപ്ഷൻസിൻ്റെ ഇടയിൽ നിന്ന് നമ്മൾ ആ ഡിഫറെൻറ്റ് ഓപ്ഷൻസിൻ്റെ ഇടയിൽ നിന്ന് ആ ബെസ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ ചൂസ് ചെയ്യേണ്ടതെന്ന് നമുക്ക് അറിയണ്ടേ. സ്റ്റെപ്സ് ഇൻ സ്ട്രാറ്റജിക് ചോയ്സ്. ഫസ്റ്റ് വൺ, അണ്ടർസ്റ്റാൻഡിങ് ദ സ്ട്രാറ്റജിക് പൊസിഷൻ. കുറേ എൻവയോൺമെൻറ്റൽ അനാലിസിസ് ടൂൾസ് ഉണ്ട് നമ്മുടെ കയ്യിൽ. ബെസ്റ്റ്, സോട്ട്, പോട്ടേഴ്സ്, 5 ഫോഴ്സ് മോഡൽ, ഫോഴ്സസ്. നമ്മളത് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, കഴിഞ്ഞ മൊഡ്യൂളിൽ അത് പറഞ്ഞു. എന്താണ് സ്ട്രെങ്ത്, വീക്ക്നസ്, ഓപ്പർച്യൂണിറ്റി, ത്രെറ്റ് ഒക്കെ ഐഡൻറ്റിഫൈ എങ്ങനെ എൻവയോൺമെൻറ്റിൽ അനലൈസ് ചെയ്യാനായിട്ട് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൂൾസ് ഉണ്ട്. അത് യൂസ് ചെയ്ത് എൻവയോൺമെൻറ്റൽ അനാലിസിസിന് ശേഷം നമുക്ക് നമ്മുടെ മാർക്കറ്റിലെ ബിസിനസ് എവിടെയാണ്, ബിസിനസ്സിൻ്റെ പൊസിഷൻ എന്ന് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സെക്കൻഡ് എന്താണ്, ഐഡൻറ്റിഫൈങ് സ്ട്രാറ്റജിക് ഓപ്ഷൻസ്. ഓപ്ഷൻസ് പലതരത്തിലാവാം. മാർക്കറ്റ് ഡിമാൻഡ്, അതായത് പുതിയ മാർക്കറ്റിൽ എൻ്റർ ചെയ്യുന്നതാവാം. പ്രൊഡക്റ്റ് ഡിമാൻഡ്, പുതിയ പ്രൊഡക്റ്റ് വേണം കറണ്ട് മാർക്കറ്റിൽ, അതായിരിക്കണം ചിലപ്പോൾ പുതിയ സ്ട്രാറ്റജിക് ഓപ്ഷനായിട്ട് ഉണ്ടാവുക. അല്ലെങ്കിൽ ഡൈവേഴ്സിഫിക്കേഷൻ, അല്ലെങ്കിൽ പുതിയ പുതിയ ഇൻഡസ്ട്രീസിലായിട്ട് എൻ്റർ ചെയ്യേണ്ട ആവശ്യം വരും. അല്ലെങ്കിൽ സ്ട്രാറ്റജിക് അലയൻസ്, വേറൊരു ഓൾറെഡി ഉള്ളൊരു കമ്പനിയായിട്ട് ഒരു അലയൻസോ മെർജറോ ഒക്കെ ആവശ്യം വരും. അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ട്രാറ്റജിക് ഓപ്ഷൻസ് ഉണ്ട്. അത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അതിനുശേഷം evaluating options. Use tools like SWOT analysis, cost benefit analysis, scenario planning, പോർട്ട്ഫോളിയോ അനാലിസിസ്. പോർട്ട്ഫോളിയോ അനാലിസിസ് ഒക്കെ ഈ BCG മെട്രിക്സ് മോഡലൊക്കെ നമ്മൾ ഇനി പഠിക്കുന്നുണ്ട്, ഈ മൊഡ്യൂളിൽ തന്നെ പഠിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ടൂൾസ് ഒക്കെ വെച്ചുകൊണ്ട് നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് ഇവാലുവേറ്റ് ചെയ്യണം. ദെൻ നമ്മൾ എന്താണ്, മേക്കിംഗ് ദ ചോയ്സ്. സെലക്ട് ദ മോസ്റ്റ് സ്യൂട്ടബിൾ ഓപ്ഷൻ ബേസ്ഡ് ഓൺ ഓർഗനൈസേഷണൽ ഗോൾ, റിസോഴ്സ്, സ്റ്റേക്ക് ഹോൾഡേഴ്സ് എക്സ്പെക്ടേഷൻ, റിസ്ക് ആൻഡ് റിട്ടേൺസ്. റിസ്ക് ആൻഡ് റിട്ടേൺസും സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ഒക്കെ എക്സ്പെക്റ്റേഷൻസും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സും നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവും ഗോൾസും ഒക്കെ അനുസരിച്ചിട്ട് നമുക്ക് അവൈലബിൾ ആയിരിക്കുന്ന നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് വെച്ച ഓപ്ഷൻസിൻ്റെ നിന്ന് ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഓപ്ഷൻ നമ്മൾ ചൂസ് ചെയ്യണം. ഓക്കെ, ദെൻ ഡെവലപ്പിംഗ് സ്ട്രാറ്റജിക് പ്ലാൻ. Convert selected strategy into action plans, budgets, resource plans, പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്. നമ്മൾ ഒരു സ്ട്രാറ്റജി സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ, നമുക്ക് അവൈലബിൾ ആയിട്ട് ഓപ്ഷൻസ് നമ്മൾ ചൂസ് ചെയ്ത് സ്ട്രാറ്റജി ഇട്ടുണ്ട്. അത് നമ്മൾ എന്താണ്, ഒരു സ്ട്രാറ്റജിക് പ്ലാൻ ആക്കി ഡെവലപ്പ് ചെയ്യണം. ഇത്രയാണ് സ്റ്റെപ്സ് ഇൻ സ്ട്രാറ്റജി ചോയ്സിലുള്ളത്. ദെൻ നമ്മൾ നോക്കാൻ പോകുന്നത് ടെക്നിക്സ് ഓഫ് സ്ട്രാറ്റജിക് അനാലിസിസ് ആണ്. ടെക്നിക്സ് ഓഫ് സ്ട്രാറ്റജിക് അനാലിസിസ്. ഫസ്റ്റ് ടെക്നിക്കാണ് SWOT അനാലിസിസ്. നമുക്കറിയാം സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റി ആൻഡ് ത്രെറ്റ്സ്. നമ്മൾ കഴിഞ്ഞ 2-3 മൊഡ്യൂളായിട്ട് ഇതെല്ലാം പിന്നെയും റിപ്പീറ്റ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഇൻറ്റേർണലിലാണ് സ്ട്രെങ്ത്തും വീക്ക്നെസ് ഒക്കെ വരിക, എക്സ്റ്റേണൽ ഓപ്പർച്യൂണിറ്റി, ത്രെറ്റ് വരുന്നത്. ഹെൽപ്പ് മാച്ച് സ്ട്രെങ്ത് വിത്ത് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് അവോയ്ഡ് ത്രെറ്റ്സ്. ദെൻ അടുത്ത ടെക്നിക്കാണ് എന്ത്, പെസ്റ്റിൽ അനാലിസിസ്. ഇതെല്ലാം നമ്മൾ ആ വേർഡ് ഇന്ന് എഴുതാൻ പറ്റണം നമുക്ക്. പെസ്റ്റിൽ മീൻസ് എന്താണ്, സ്കാൻസ് മാക്രോ എൻവയോൺമെൻറ്റ്. P for political, economic, social, technological, legal, environmental analysis. ഓക്കെ, പൊളിറ്റിക്കൽ എന്ന് പറയുമ്പോൾ എന്തൊക്കെയുണ്ട്, ഗവൺമെൻറ്റിൻ്റെ പോളിസി, ടാക്സസ്, ലോസ്. ഇക്കണോമിക്, ഇൻഫ്ലേഷൻ റേറ്റ്, ഇൻട്രസ്റ്റ് റേറ്റ്. സോഷ്യൽ, കൾച്ചറൽ ട്രെൻഡ്സ്, ലൈഫ് സ്റ്റൈൽ, നോംസ്, വാല്യൂസ്. ടെക്നോളജിക്കൽ, AI, ഓട്ടോമേഷൻ, R&D.
ലീഗൽ, ലേബർ ലോസ്, എൻവയോൺമെൻറ്റൽ, സസ്റ്റൈനബിലിറ്റി ഇഷ്യൂസ് ഒക്കെ വരുന്നുണ്ട്. ഇതാണ് പെസ്റ്റിൽ അനാലിസിസ്. ഇതൊക്കെ എന്താണ്? ടെക്നിക്സ് ഓഫ് സ്ട്രാറ്റജിക് അനാലിസിസ് ആണ്. മൂന്നാമത്തതാണ് പോർട്ടേഴ്സ് 5 ഫോഴ്സസ്. നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളിൽ പറഞ്ഞു, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ്. അത് കാരണം ഞാൻ കഴിഞ്ഞ മൊഡ്യൂളിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അത് 2 വെയ്റ്റ് 1 വെയ്റ്റിനൊക്കെ സിംഗിളായിട്ടും ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്, ഇത് എസ് എ ടൈപ്പ് അല്ലാണ്ട്. അതുകൊണ്ട് തന്നെ അത് മാത്രമായിട്ട് പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഞാൻ കഴിഞ്ഞ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ജസ്റ്റ് ഞാൻ റിപ്പീറ്റ് ആവുന്നതൊക്കെ ജസ്റ്റ് ഞാൻ സിമ്പിളായിട്ടാണ് പറഞ്ഞു പോകുന്നത് കേട്ടോ. ഓക്കെ, ഫസ്റ്റ് മെഷേഴ്സ് കോമ്പറ്റീവ്നെസ് എന്താണ്? പോർട്ടേഴ്സ് 5 ഫോഴ്സസ് ഏതൊക്കെയാണ്? ത്രെറ്റ് ഓഫ് ന്യൂ എൻട്രൻസ്, എത്ര എളുപ്പമാണ് കയറാൻ വേണ്ടിയിട്ട് നമ്മുടെ പുതിയ മാർക്കറ്റിലോട്ട്. ബാർഗൈനിങ് പവർ ഓഫ് സപ്ലയേഴ്സ്, അതായത് സപ്ലയേഴ്സിൻ്റെ ഒരു പ്രൈസിൻ്റെ മേലിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന പവർ എത്രത്തോളം ഉണ്ട്. ബാർഗൈനിങ് പവർ ഓഫ് ബയേഴ്സ്, അതായത് ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് ഫിക്സ്ഡ് ആക്കി കഴിഞ്ഞാൽ അത് എന്തോ ഒരു നെഗോഷിയേഷൻ പവറൊക്കെ ഉണ്ട് നമ്മുടെ കസ്റ്റമേഴ്സിന് അത് വാങ്ങിക്കുമ്പോൾ. ദെൻ ത്രെറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്, ഇപ്പോൾ സിമിലർ പ്രോഡക്ട്സ് ഉണ്ട് എങ്കിൽ എന്താണ് ഡിഫറെൻറ്റ് പ്രൊഡക്റ്റിൽ ആ സിമിലർ പ്രൊഡക്റ്റിലോട്ട് എത്ര എളുപ്പത്തിൽ ഒരു കസ്റ്റമർ ചേഞ്ച് ആകും എന്ന് പറയാനാണ് ത്രെറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട്. ഇൻഡസ്ട്രി റൈവലറി എന്ന് പറയുന്നത് നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിനെ പറ്റി. ഓക്കെ, ദെൻ അടുത്തതാണ് വാല്യൂ ചെയിൻ അനാലിസിസ്. ബ്രേക്ക് ഡൗൺ കമ്പനീസ് ആക്ടിവിറ്റീസ് ടു ഐഡൻറ്റിഫൈ വെയർ വാല്യൂ ഈസ് ആഡഡ് ഓർ ലോസ്റ്റ്. വാല്യൂ ചെയിൻ അനാലിസിസ് എന്താണ്? നമ്മുടെ എല്ലാ ആക്ടിവിറ്റീനെയും അവർ നോക്കുകയാണ്, എവിടെയാണ് വാല്യൂ ആഡ് ചെയ്യുന്ന ആക്ടിവിറ്റി, എവിടെയാണ് നമുക്ക് വാല്യൂ പോകുന്നത്. അപ്പോൾ ഒരു വാല്യൂ ചെയിൻ അനാലിസിസ് ആണ് അവിടെ നടത്തുന്നത്. പ്രൈമറി ആക്ടിവിറ്റീസ് എന്താണ്? ഇൻബൗണ്ട് ലോജിസ്റ്റിക്സ്, ഓപ്പറേഷൻസ്, ഔട്ട്ബൗണ്ട് ലോജിസ്റ്റിക്സ്, മാർക്കറ്റിംഗ്, സർവീസ്, സപ്പോർട്ട് ആക്ടിവിറ്റീസ്, HR, ടെക്, പ്രൊക്വയർമെൻറ്റ്, ഫേം ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ. ദെൻ വന്നിട്ട് അഞ്ചാമത്തതാണ് കോമ്പറ്റീറ്റർ അനാലിസിസ്. വാട്ട് ആർ കോമ്പറ്റീറ്റേഴ്സ് ഡൂയിങ്? എന്താണ് കോമ്പറ്റീറ്റേഴ്സ് ചെയ്യുന്നത്? ഹെൽപ്പ് ഇൻ ബെഞ്ച് മാർക്കിംഗ് ആൻഡ് ഐഡൻറ്റിഫൈ ഗ്യാപ്സ് ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും കോമ്പറ്റീറ്റർ അനാലിസിസിലൂടെ. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നതാണ് പോർട്ട്ഫോളിയോ അനാലിസിസ് ടൂൾ. നമ്മൾ പറഞ്ഞു ഒരു BCG മെട്രിക്സും GE നൈൻസൽ മെട്രിക്സിനെ പറ്റിയൊക്കെ പറഞ്ഞു. അതൊക്കെ നമ്മൾ ഇതിൽ നോക്കുമെന്ന് നമ്മൾ ഓൾറെഡി ഫസ്റ്റ് പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്ക് നോക്കാം. പോർട്ട്ഫോളിയോ അനാലിസിസ് ടൂൾസ് ആണ് അതൊക്കെ. യൂസ്ഡ് ഫോർ മൾട്ടി പ്രൊഡക്റ്റ് ഓർ മൾട്ടി ബിസിനസ് കമ്പനീസ് ടു ഡിസൈഡ് വേർ ടു ഇൻവെസ്റ്റ്, ഗ്രോ ഓർ വിഡ്രോ. എന്താണ്? മൾട്ടി പ്രോഡക്റ്റ് അല്ലെങ്കിൽ മൾട്ടി ബിസിനസ് കമ്പനീസിന് യൂസ് ചെയ്യുന്നതാണ് ഈ പോർട്ട്ഫോളിയോ അനാലിസിസ് ടൂൾ. അവിടെ എന്ന് പറഞ്ഞാൽ മൾട്ടി ബിസിനസ് ആയിരിക്കും. എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, എവിടെ ഗ്രോ ചെയ്യണം, എവിടെ വിഡ്രോ ചെയ്യണം എന്ന് ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ പോർട്ട്ഫോളിയോ അനാലിസിസ് ടൂൾസ്. അതിൽ ഫസ്റ്റ് വൺ ആണ് BCG മെട്രിക്സ്, ബോസ്റ്റൺ കൺസൾട്ടിംഗ് ഗ്രൂപ്പ് മെട്രിക്സ്. 2 ഫാക്ടേഴ്സ് ഉണ്ട്, മാർക്കറ്റ് ഗ്രോത്ത് റേറ്റ് ആൻഡ് മാർക്കറ്റ് ഷെയർ ആണ്. അതിൻ്റെ 2 ഫാക്ടേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ ഇത് 4 കാറ്റഗറീസ് ആയിട്ടാണ് നമ്മൾ പറയുന്നത്. സ്റ്റാർസ്, ക്യാഷ് കൗസ്, ക്വസ്റ്റ്യൻ മാർക്സ്, ഡോഗ്സ്. അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. സ്റ്റാർസ്, ഈ മോഡൽസ്, ഈ 2 മെട്രിക്സ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, അപ്പോൾ അത് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, സ്റ്റാർസ് ഹൈ ഗ്രോത്ത് ആയിരിക്കും, ഹൈ ഷെയർ, ഇൻവെസ്റ്റ് ആൻഡ് മെയിൻറ്റെയിൻ ലീഡർഷിപ്പ്. ക്യാഷ് കൗസ് എന്താണ്? ലോ ഗ്രോത്ത്, ഹൈ ഷെയർ ആണ്, milk profit and invest in stars. Question mark, high growth, low share, analyze and decide whether to invest. Dogs, low growth, low share, consider divesting or phasing out. Example, Apple's iPhone, star, iPods, dog. അവിടെ എന്താണ്? ലോ ഗ്രോത്ത്, ലോ ഷെയർ. ആപ്പിളിൻ്റെ ഐഫോൺ ആണെങ്കിൽ സ്റ്റാർ ആണ്. എന്താണ്? ഹൈ ഗ്രോത്ത്, ഹൈ ഷെയർ, ഇൻവെസ്റ്റ് ആൻഡ് മെയിൻറ്റെയിൻ ലീഡർഷിപ്പ്. ദെൻ നമ്മൾ നോക്കുന്നതാണ് GE നൈൻസൽ മെട്രിക്സ്. ഓക്കെ, ജനറൽ ഇലക്ട്രിക് മെട്രിക്സ്, മോർ അഡ്വാൻസ്ഡ് ദാൻ BCG. 2 ഡയമെൻഷൻസ് ആണ് ഉള്ളത്, ഇൻഡസ്ട്രി അട്രാക്റ്റീവ്നെസ്സും ബിസിനസ് സ്ട്രെങ്ത്തും. ഇൻഡസ്ട്രി അട്രാക്റ്റീവ്നെസ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൻ്റെ ഗ്രോത്ത്, സൈസ്, പ്രോഫിറ്റബിലിറ്റി, കോമ്പറ്റീഷനൊക്കെ. ബിസിനസ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാൻഡ്, കോസ്റ്റ് അഡ്വാൻറ്റേജ്, ക്വാളിറ്റി, ടെക്നോളജി ഒക്കെ. സ്ട്രാറ്റജി സോൺസ് ആണ് ഗ്രീൻ, യെല്ലോ, റെഡ്. ടോപ്പ് ലെഫ്റ്റ്, മിഡിൽ, ബോട്ടം റൈറ്റ്. ഇൻവെസ്റ്റ് ഓർ ഗ്രോ, സെലക്റ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഹാർവെസ്റ്റ് ഓർ എക്സിറ്റ്. ദെൻ നമ്മൾ പറയുന്നതാണ് എന്ത്? പ്രോഡക്റ്റ് മാർക്കറ്റ് ഇവല്യൂഷൻ. പ്രോഡക്റ്റ് മാർക്കറ്റ് ഇവല്യൂഷൻ മെട്രിക്സ് ഷോസ് പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് സ്റ്റേജസ് ആൻഡ് അപ്രോപ്രിയേറ്റ് സ്ട്രാറ്റജീസ്. ഓരോ പ്രോഡക്റ്റിൻ്റെ ഡെവലപ്മെൻറ്റ് സ്റ്റേജസും അതിൻ്റെ അപ്രോപ്രിയേറ്റ്
സ്ട്രാറ്റജീസുമാണ് പറയുന്നത്. ഇവിടെ എല്ലാം കൂടെ മിക്സ്ഡപ്പായി കിടക്കുകയാണ്. ഞാനതൊരു ഇതാക്കി കാണിച്ചു തരാം നിങ്ങൾക്ക്. ആദ്യമേ അതിൻ്റെ സ്റ്റേജ് പറയുന്നുണ്ട്. ഇതാണ് എംബ്രിയോണിക് ഗ്രോത്ത്, മെച്യൂരിറ്റി, ഡിക്ലൈൻ. ആ സമയത്ത് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഫീച്ചേഴ്സാണ് ഹൈ R&D കോസ്റ്റ്, increasing demand, stable market, high competition, market shrinking. Okay. ഒരു മിനിറ്റ്, ഞാൻ ആ ടൈം കളയണ്ടല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഇത് ഓരോന്നനുസരിച്ചിട്ട്. അപ്പോൾ സ്റ്റേജ് എംബ്രിയോണിക് ഉണ്ട്, ഗ്രോത്ത്, മെച്യൂരിറ്റി, ഡിക്ലൈൻ ഉണ്ട്, ഫീച്ചേഴ്സ്, സ്ട്രാറ്റജിയാണ് കൊടുത്തിരിക്കുന്നത്. എംബ്രിയോണിക് സ്റ്റേജിലെ ഫീച്ചർ എന്താണ്? ഹൈ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് കോസ്റ്റും ലോ പ്രോഫിറ്റും ആയിരിക്കും. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ട സ്ട്രാറ്റജി എന്താണ്? ഇൻവെസ്റ്റ് ഇൻ റിസർച്ച്, ബിൽഡ് അവെയർനെസ്. ഗ്രോത്ത് സ്റ്റേജിലോ ഇൻക്രീസിങ് ഡിമാൻഡ്, ന്യൂ കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എക്സ്പാൻഡ് ഓപ്പറേഷൻസ്, ക്യാപ്ചർ മാർക്കറ്റ്. മെച്യൂരിറ്റി സ്റ്റേജിൽ സ്റ്റേബിൾ മാർക്കറ്റ്, ഹൈ കോമ്പറ്റീഷനാണ്. അപ്പോൾ ഡിഫൻഡ് ഷെയർ, ഡിഫറൻഷ്യേറ്റ്. ഡിക്ലൈൻ സ്റ്റേജിൽ മാർക്കറ്റ് ഷ്രിങ്കിങ്ങിൽ ഓവർ പ്രോഫിറ്റും ആയിരിക്കും. അപ്പോൾ നമ്മൾ ഒന്നില്ലെങ്കിൽ ഹാർവസ്റ്റ് ഓർ എക്സിറ്റ്. ഇതാണ് പ്രോഡക്റ്റ് മാർക്കറ്റ് ഇവല്യൂഷൻ മെട്രിക്സിൽ പറയുന്നത്. സ്റ്റേജ് ആൻഡ് ഫീച്ചേഴ്സ്, അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സ്ട്രാറ്റജീസ്. ഓക്കെ. ദെൻ നമ്മൾ നോക്കുന്നതാണ് എന്താ? ഡിറക്ഷണൽ പോളിസി മെട്രിക്സ്. കമ്പയേഴ്സ് കമ്പനീസ് കോമ്പറ്റേറ്റീവ് സ്ട്രെങ്ത്, ഇൻഡസ്ട്രി പ്രോസ്പെക്ട്സ്. സെൽസ് ലീഡ്സ് ടു ഡിറക്ഷൻ ലൈക്ക് ലീഡർ, സ്ട്രോങ് ബിസിനസ് ഇൻ അട്രാക്റ്റീവ് ഇൻഡസ്ട്രി, ട്രൈ ഹാർഡർ, ഇംപ്രൂവ് ടു ഹെഡ്, ഡബിൾ ഓർ ക്വിറ്റ്, ഹൈ റിസ്ക്, എക്സിറ്റ്, പുവർ ഫിറ്റ്. ഇതാണ് സെൽ ലീഡ്സ് ടു ഡയറക്ഷൻ പറയുന്നത്. Then SPACE metrics. SPACE means strategic, position and action evaluation. Consider 4 elements ആണ്: financial strength, competitive advantage, industry strength, environmental stability. Financial strength എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോഫിറ്റ്, ക്യാഷ് ഫ്ലോ. കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ്, ഇന്നോവേഷൻ. ഇൻഡസ്ട്രി സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ഗ്രോത്ത്, സ്റ്റെബിലിറ്റി. എൻവയോൺമെൻറ്റൽ സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസ്ക്, ഇൻഫ്ലേഷൻ, പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഒക്കെ. 4 സോൺസ് ഓഫ് സ്ട്രാറ്റജി. എന്താണ് 4 സോൺസ് ഓഫ് സ്ട്രാറ്റജി? എന്താണ്? അഗ്രസീവ്, കൺസർവേറ്റീവ്, ഡിഫെൻസീവ് ആൻഡ് കോമ്പറ്റേറ്റീവ്. അഗ്രസീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ഹൈ FS മീൻസ് എന്താണ്? നമുക്കിവിടെ അറിയാൻ പറ്റും FS എന്താണ്? ഫിനാൻഷ്യൽ സ്ട്രെങ്ത്. ആൻഡ് IS ഇൻഡസ്ട്രിയൽ സ്ട്രെങ്ത്. അവിടെ എന്താണ്? ഗ്രോത്ത് സ്ട്രാറ്റജീസ്. കൺസർവേറ്റീവ് ഹൈ ഫിനാൻഷ്യൽ സ്ട്രെങ്ത്, സ്റ്റേബിൾ എൻവയോൺമെൻറ്റ്. ഡിഫെൻസീവിൽ വീക്ക് കോമ്പറ്റീറ്റീവ്സ്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് റിട്രച്ച്മെൻറ്റ് അനാലിസിസ്. കോമ്പറ്റേറ്റീവിൽ മിക്സ്ഡ് ആണ്, ഫോക്കസ് ഓൺ കോമ്പറ്റീറ്റീവ്നെസ്. Then corporate parenting analysis. What is it? The role of corporate headquarters in managing and supporting its business unit. കോർപ്പറേറ്റ് ഹെഡ്ക്വാർട്ടേഴ്സിൻ്റെ റോൾ എന്താണ്? അതിൻ്റെ ബിസിനസ് യൂണിറ്റിനെ സപ്പോർട്ട് ചെയ്യുകയും മാനേജ് ചെയ്യുകയും ചെയ്യുന്നതിൽ. അതായത് ഒരു പേരൻറ്റിങ് കോർപ്പറേറ്റ് ഉണ്ടാവുമല്ലോ, അവർക്ക് കീഴിലായിട്ട് ഒരുപാട് ബിസിനസ് യൂണിറ്റ്സ് ഉണ്ടാവും. അവരെ എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു, മാനേജ് ചെയ്യുന്നു ഈ കോർപ്പറേറ്റ് ഹെഡ്ക്വാർട്ടേഴ്സ്, അവരുടെ റോൾ പറയുന്നതാണ് കോർപ്പറേറ്റ് പേരൻറ്റിങ് അനാലിസിസ്. അതിൻ്റെ ഗോൾസ് പറയുന്നുണ്ട്. ക്രിയേറ്റ് പേരൻറ്റിങ് അഡ്വാൻറ്റേജ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ഹെഡ്ക്വാർട്ടേഴ്സ് ആഡ്സ് മോർ വാല്യൂ ദാൻ അവർ ഹാമിനേക്കാൾ കൂടുതൽ വാല്യൂസ് ആഡ് ചെയ്ത് കൊടുക്കുമെന്നാണ് പറയുന്നത്. വേസ് ഹെഡ്ക്വാർട്ടേഴ്സ് ആഡ് വാല്യൂ. എന്തൊക്കെ രീതിയിലാണ് ഹെഡ്ക്വാർട്ടേഴ്സ് വാല്യൂ ആഡ് ചെയ്യുക? പ്രൊവൈഡിങ് ക്യാപിറ്റൽ, ഇൻവെസ്റ്റ്മെൻറ്റ്, ഫണ്ടിങ്. അവർക്ക് ഫണ്ടിങ് പ്രൊവൈഡ് ചെയ്ത് അല്ലെങ്കിൽ ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്ത്. ട്രാൻസ്ഫർ ഓഫ് നോളജ്, അവർ ബെസ്റ്റ് പ്രാക്ടീസസ് അക്രോസ് യൂണിറ്റ്സ്. നോളജൊക്കെ ഈ ബിസിനസ് യൂണിറ്റ്സിലോട്ട് എത്തിച്ച്. ക്രിയേറ്റിംഗ് സിനർജി, ലിങ്ക് റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ്സൊക്കെ ലിങ്ക് ചെയ്ത്. പെർഫോമൻസ് മോണിറ്ററിങ്, കൺട്രോൾ ആൻഡ് അക്കൗണ്ടബിലിറ്റി. അവരുടെ പെർഫോമൻസ് ഒക്കെ റെഗുലർലി മോണിറ്റർ ചെയ്ത്. ഫങ്ഷണൽ സപ്പോർട്ട്, ലീഗലായിട്ടും HR-ആയിട്ടും IT-ആയിട്ടും ഒക്കെ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്ത്. എക്സാമ്പിൾ എന്താണ്? ടാറ്റ സൺസ് ആസ് എ കോർപ്പറേറ്റ് പേരൻറ്റ് ടു ടാറ്റ മോട്ടോഴ്സ്, ടാറ്റ സ്റ്റീൽ എക്സെട്ര. ടാറ്റ സ്റ്റീലിനും മോട്ടോഴ്സിനൊക്കെ ഈ ടാറ്റ സൺസ് എന്ന് പറയുന്ന കോർപ്പറേറ്റ് പേരൻ്റ് ആണ്. ഓക്കെ. ദെൻ നമ്മൾ നോക്കാൻ പോകുന്നതാണ് എന്ത്? എക്സ്പീരിയൻസ് കർവ് അനാലിസിസ്.
കീ ഐഡിയ എന്താണ്? The more experience a firm has in producing something, the cheaper it gets. ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫേമിന് എത്രത്തോളം എക്സ്പീരിയൻസ് ഉണ്ടോ അത്രയും ചീപ്പർ ആയിരിക്കും അതിന് കിട്ടുന്നത്. ദ ചീപ്പർ ഇറ്റ് ഗെറ്റ്സ്. എന്താണ്? ദ മോർ എക്സ്പീരിയൻസ് എ ഫേം ഹാസ് ഇൻ പ്രൊഡ്യൂസിങ് സംതിങ്. ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ സംതിങ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫേമിന് എത്രത്തോളം എക്സ്പീരിയൻസ് ഉണ്ടോ ദ ചീപ്പർ ഇറ്റ് ഗെറ്റ്സ്. ഓക്കെ. വൈ? വർക്കേഴ്സ് ലേൺ ആൻഡ് ഇംപ്രൂവ്, ബെറ്റർ യൂസ് ഓഫ് മെഷീൻസ്, ബൾക്ക് ബൈയിങ്, പ്രോസസ് ഇംപ്രൂവ്മെൻറ്റ്സ്. അതായത് നമുക്ക് എക്സ്പീരിയൻസ് കൂടുന്തോറും നമുക്കത് ഫസ്റ്റ് ആവും, അതുവഴി നമുക്ക് കോസ്റ്റ് കുറയ്ക്കാം. നമുക്ക് കൂടുതൽ എക്സ്പീരിയൻസ് കിട്ടുകയാണല്ലേ, അപ്പോൾ നമുക്ക് ആ മെഷീൻസ് എങ്ങനെ ബെറ്റർ ആയിട്ട് യൂസ് ചെയ്യാമെന്ന് പറ്റുമെന്ന് അറിയാം. അതെങ്ങനെയാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ആ ഓരോ പ്രോസസ്സ് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് നമുക്കറിയാം. ബൾക്ക് ബൈയിങ് ഒക്കെ നടക്കുന്നു. അതുവഴി നമുക്ക് എന്താണ് ഇത് കോസ്റ്റ് കുറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് അല്ലേ. സ്ട്രാറ്റജി എന്താണ്? എൻ്റർ മാർക്കറ്റ് ഏർലി, ബിൽഡ് വോളിയം ഫാസ്റ്റ്, achieve cost advantage. Example, Samsung using scale and experience to reduce smartphone cost. Then life cycle analysis. ഇത് എല്ലാവർക്കും അറിയുന്ന ഒരു അനാലിസിസ് ആണ് അല്ലേ. ഇൻട്രൊഡക്ഷൻ, ഗ്രോത്ത്, മെച്യൂരിറ്റി, ഡിക്ലൈൻ. അതാണ് നമ്മുടെ ഒരു പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിളിലുള്ളത്. അതിൻ്റെ ലൈഫ് സൈക്കിൾ അനാലിസിസ് ആണ്. പ്രൊഡക്റ്റ് ഓർ ഇൻഡസ്ട്രി പാസസ് ത്രൂ സ്റ്റേജസ്: ഇൻട്രൊഡക്ഷൻ, ഗ്രോത്ത്, മെച്യൂരിറ്റി ആൻഡ് ഡിക്ലൈൻ. ഇൻട്രൊഡക്ഷനിൽ എന്താണ്? ഹൈ മാർക്കറ്റ് കോസ്റ്റ്. അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നേ ഉള്ളൂ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഇൻഡസ്ട്രി അല്ലേ. അപ്പോൾ അവിടെ ഒരു ഹൈ മാർക്കറ്റിംഗ് കോസ്റ്റും ലോസസ് ഒക്കെ ഉണ്ടാവും. ഗോൾ എന്താണ്? അവയർനെസ്, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് അവയർനെസ് ക്രിയേറ്റ് ചെയ്തെടുക്കുക. ദെൻ ഗ്രോത്ത്, സെയിൽസ് റൈസ്, കോമ്പറ്റീഷൻ എൻഡേഴ്സ്, എക്സ്പാൻഡ് ഫസ്റ്റ്. കൂടുതൽ വളരുക എന്നായിരിക്കും ഗോള്. സെയിൽസൊക്കെ കൂടും, കോമ്പറ്റീഷനൊക്കെ വരും. ദെൻ മെച്യൂരിറ്റി, അതായത് നമ്മൾ ഗ്രോത്തിൻ്റെ ഏറ്റവും മെച്യൂരിറ്റി പീരീഡിൽ അല്ലെങ്കിൽ സെയിൽസിൻ്റെ അങ്ങേയറ്റം മെച്യൂരിറ്റി പീരീഡിൽ നമ്മൾ എത്തി നിൽക്കുമായിരിക്കും. അപ്പോൾ എന്താവും? ഗ്രോത്ത് പയ്യെ സ്ലോ ഡൗൺ ചെയ്ത് തുടങ്ങും. അപ്പോൾ നമുക്ക് ഒന്നില്ലെങ്കിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ കോസ്റ്റ് റെഡ്യൂസ് ചെയ്താലാണ് അവിടെ നിലനിൽക്കാൻ പറ്റുള്ളൂ. ഡിക്ലൈൻ എന്താണ്? ഒബ്സൊലേറ്റ് പ്രോഡക്ട്സ്, ഡ്രോപ്പിംഗ് സെയിൽസ് പൂർണ്ണമായും കുറഞ്ഞു താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്നില്ലെങ്കിൽ നമ്മൾ എക്സിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിർത്തി പോരുക, അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ ഇന്നോവേഷൻസ് കൊണ്ടുവരിക. ദെൻ പറയുന്നതാണ് പ്രോഫിറ്റ് ഇമ്പാക്റ്റ് ഓഫ് മാർക്കറ്റ് സ്ട്രാറ്റജി. എ റിസർച്ച് ബേസ്ഡ് മോഡൽ developed from 3,000 businesses over 30 years. A research-based model developed from 3,000 businesses over 30 years. 30 വർഷത്തിൽ 30,000-ഓളം ബിസിനസ് ബിസിനസ്സിൽ നിന്ന് റിസർച്ച് ബേസ്ഡ് മോഡൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്തു. സ്റ്റഡീസ് ഹൗ സ്ട്രാറ്റജിക് വേരിയബിൾ അഫക്റ്റ് പ്രോഫിറ്റ്. സ്ട്രാറ്റജിക് വേരിയബിൾ എങ്ങനെ പ്രോഫിറ്റിനെ അഫക്റ്റ് ചെയ്യുമെന്നാണ് അത് സ്റ്റഡി ചെയ്തത്. കീ ഫൈൻഡിങ്സ് എന്തൊക്കെയാണ്? മാർക്കറ്റ് ഷെയർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ROI ഇൻക്രീസ് ചെയ്യും. ROI മീൻസ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. ഹൈ പ്രൊഡക്റ്റ് ക്വാളിറ്റി ആകുമ്പോൾ അത് ഇൻക്രീസ് ചെയ്യും. ഹൈ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ആയിരിക്കും. സ്ട്രോങ് കസ്റ്റമർ ലോയൽറ്റി ആണെങ്കിൽ സ്റ്റെബിലിറ്റി ആണ്. ലോ ഇൻവെസ്റ്റ്മെൻറ്റിന് ഷോർട്ട് ടേം പ്രോഫിറ്റ് ആണ്. വെർട്ടിക്കൽ ഇൻ്റഗ്രേഷൻ മിക്സ്ഡ് റിസൾട്ട് ആയിരിക്കും. യൂസ് പ്രെഡിക്റ്റ് പ്രോഫിറ്റ് ഔട്ട്കംസ്, അണ്ടർസ്റ്റാൻഡ് വിച്ച് വേരിയബിൾ മാറ്റേഴ്സ് മോസ്റ്റ്. അതാണ് ഈ പ്രോഫിറ്റ് ഇമ്പാക്റ്റ് ഓഫ് മാർക്കറ്റ് സ്ട്രാറ്റജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ യൂസ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് സ്ട്രാറ്റജിക് ചോയ്സ്. ഇൻറ്റേർണൽ ഉണ്ട്, എക്സ്റ്റേണൽ ഉണ്ട്. റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി, സ്റ്റേക്ക് ഹോൾഡർ എക്സ്പെക്ടേഷൻ, ടൈം ആൻഡ് റിസോഴ്സ് കൺസ്ട്രെയിൻസ് ഉണ്ട്. നോക്കാം. ഫസ്റ്റ് ഇൻറ്റേർണൽ ആണ്. ഇൻറ്റേർണൽ റിസോഴ്സസ്, മാനേജറിയൽ കേപ്പബിലിറ്റീസ്, ഓർഗനൈസേഷണൽ കൾച്ചർ, കോർ കോമ്പറ്റൻസ് ഒക്കെ. ദെൻ എക്സ്റ്റേണൽ ഇൻഡസ്ട്രി ട്രെൻഡ്സ്, കസ്റ്റമർ പ്രിഫറൻസ്, ഗവൺമെൻറ് റെഗുലേഷൻസ്, ടെക്നോളജി ചേഞ്ചസ് ഒക്കെ. റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി, ഹൈ റിസ്ക് ഇൻഡസ്ട്രീസ് നീഡ് കോഷ്യസ് സ്ട്രാറ്റജീസ്. Stakeholder expectations, owner wants profit, employee wants security, customer wants value. Time and resource constraints, limited time, resource may restrict choice. ഞാൻ ഇതിൻ്റെയൊക്കെ മലയാളം പറയാത്തതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ 1 സെൻറ്റൻസ് അല്ലെങ്കിൽ 1 വേർഡ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാലോ എന്ന് ഓർത്തിട്ടാട്ടോ പറയാത്തത്. ദെൻ നമ്മൾ നോക്കാൻ പോകുന്നതാണ് കണ്ടീജൻസി സ്ട്രാറ്റജീസ്.
മീനിങ് എന്താണ്? ബാക്കപ്പ് പ്ലാൻ ഫോർ അൺസർട്ടൻ സിറ്റുവേഷൻസ്. അപ്രതീക്ഷിക്കാതെ വരുന്ന സിറ്റുവേഷൻസിന് വേണ്ടിയിട്ടുള്ള ബാക്കപ്പ് പ്ലാൻസിനെയാണ് നമ്മൾ കണ്ടീജൻസി സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ, ഇഫ് എ പ്രൊഡക്റ്റ് ഫെയിൽസ്, ലോഞ്ച് ആൻ ഓൾട്ടർനേറ്റീവ് വേർഷൻ. ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ മാർക്കറ്റിൽ ലോസ് സൃഷ്ടിക്കുക അല്ലെങ്കിൽ ഫെയിൽ ആവുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഫെയിൽ ആവണമെന്ന് വിചാരിച്ചിട്ടായിരിക്കില്ലല്ലോ പ്രോഡക്റ്റ്സ് ലോഞ്ച് ചെയ്യുക. അപ്പോൾ എന്താണ്, നമ്മൾ ഒരു ബാക്കപ്പ് പ്ലാൻ നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. അതാണ് ഒരു പുതിയ പ്ലാൻ, ഒരു പുതിയ പ്രോഡക്റ്റ് ഓൾട്ടർനേറ്റീവ് വേർഷൻ നമ്മൾ ലോഞ്ച് ചെയ്യണം. ഇഫ് സപ്ലൈ ചെയിൻ ബ്രേക്സ്, യൂസ് ലോക്കൽ വെൻഡേഴ്സ്. ഇഫ് റെഗുലേഷൻ ചേഞ്ചസ്, അഡാപ്റ്റ് ബിസിനസ് മോഡൽ. ഇതൊക്കെ ഒരു ബാക്കപ്പ് പ്ലാനാണ്. അതാണ് കണ്ടീജൻസി സ്ട്രാറ്റജീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അൺസർട്ടൺ ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ ബാക്കപ്പ് പ്ലാൻസ് നമ്മൾ യൂസ് ചെയ്യും. ഇമ്പോർട്ടൻസ് എന്താണ്? പ്രൊട്ടക്ട് ബിസിനസ് ഫ്രം അൺഎക്സ്പെക്റ്റഡ് ഷോക്ക്, ഇൻക്രീസ് ഫ്ലെക്സിബിലിറ്റി ഇൻക്രീസ് ചെയ്യും. ഒരു ബിസിനസ്സിനെ അപ്രതീക്ഷിതമായി വരുന്ന ഷോക്കുകളിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യും. ദെൻ വാട്ട് ഈസ് സ്ട്രാറ്റജിക് പ്ലാൻ? എന്താണ്? എ ഫോർമൽ ഡോക്യുമെൻറ്റ് ദാറ്റ് കൺവേർട്സ് ചൂസൺ സ്ട്രാറ്റജി ഇൻ ടു ആക്ഷൻ. കുറേ നമ്മൾ ഇതിൽ നിന്ന് ഒരു സ്ട്രാറ്റജീസൊക്കെ ഓരോ കമ്പനിക്ക് ചേർന്ന് ഒബ്ജക്റ്റീവ്സിനൊക്കെ ചേർന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ആ സ്ട്രാറ്റജീനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് ആക്ഷനിലോട്ടാക്കുന്ന ആ ഒരു ഫോർമൽ ഡോക്യുമെൻറ്റിനെയാണ് നമ്മൾ സ്ട്രാറ്റജിക് പ്ലാൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ കമ്പോണൻസ് ആണ് മിഷൻ ആൻഡ് വിഷൻ, സ്ട്രാറ്റജിക് ഒബ്ജക്റ്റീവ്സ്, കീ സ്ട്രാറ്റജീസ്, ആക്ഷൻ പ്ലാൻസ്, ഹു ഡസ് വോട്ട് വെൻ, ബഡ്ജറ്റ് ആൻഡ് റിസോഴ്സസ്, പെർഫോമൻസ് മെഷേഴ്സ്. ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്താണ്? അലൈൻ ടീം വിത്ത് ഗോൾസ്, ഗൈഡ്സ് ഡിസിഷൻ മേക്കിംഗ്, പ്രൊവൈഡ്സ് റോഡ് മാപ്പ് ഫോർ ഫ്യൂച്ചർ. അപ്പോൾ നമ്മുടെ 4th മൊഡ്യൂൾ ഇച്ചിരി വലിയ മൊഡ്യൂളാണ്. മനസ്സിലാവാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ 4th മൊഡ്യൂളിലുണ്ട്. കുറച്ച് തിയറീസ്, കുറച്ച് ടൂൾസ് ഒക്കെ പറയുന്നുണ്ട്. പിന്നെ റിപ്പീറ്റായിട്ട് വരുന്ന കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ഞാൻ ഇതിനകത്ത് ഭയങ്കര സിമ്പിളായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അത് നോക്കുക. ഇന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു അല്ലേ? ലൈഫ് സൈക്കിൾ അനാലിസിസ്, എക്സ്പീരിയൻസ് കർവ് അനാലിസിസ്, കോർപ്പറേറ്റ് പെയറിംഗ് അനാലിസിസ്, ദെൻ സ്പേസ് മെട്രിക്സുകൾ, ഡയറക്ഷണൽ പോളിസി മെട്രിക്സ് ആൻഡ് പ്രൊഡക്റ്റ് മാർക്കറ്റ് ഇവല്യൂഷൻ മെട്രിക്സ്, GE9 സെൽ മെട്രിക്സും ഈ പോർട്ട്ഫോളിയോ അനാലിസിസിലെ BCG മെട്രിക്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ കോമ്പറ്റീറ്റർ അനാലിസിസ്, വാല്യൂ ചെയിൻ അനാലിസിസ്, പോർട്ടേഴ്സ് 5 ഫോഴ്സ് മോഡൽസ്, പെസ്റ്റൈൽ അനാലിസിസ്, SWOT അനാലിസിസ്, developing strategy plan, making the choice, evaluating options, identifying strategic option, steps in strategic choice. ഇതാണ് നമ്മുടെ 4th മൊഡ്യൂൾ, സ്ട്രാറ്റജിക് അനാലിസിസ് ആൻഡ് ചോയ്സ് ഓഫ് സ്ട്രാറ്റജി. കുറച്ച് വലിയ മൊഡ്യൂളാണ്. എന്നിരുന്നാലും നിങ്ങൾ പഠിക്കുക. ഞാൻ ഭയങ്കര സിമ്പിളായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഒരു മൊഡ്യൂളും കൂടെ, 5th മൊഡ്യൂളും കൂടെ കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൂ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ PDF സിമ്പിളായിട്ട് വേണമെങ്കിൽ നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക, അല്ലെങ്കിൽ നോക്കുക. വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. നമുക്ക് വായിച്ച് നോക്കിയാൽ കഴിഞ്ഞാൽ മനസ്സിലാവുന്ന സിമ്പിൾ ലാംഗ്വേജിലാണ് നമ്മുടെ എല്ലാ വീഡിയോസും നമ്മൾ പോസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇതിൻ്റെ 5th മൊഡ്യൂളുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. ദെൻ നിങ്ങൾക്ക് ഏതെങ്കിലും സബ്ജക്ട്സ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ആ സബ്ജക്ട്സ് മൊഡ്യൂൾസൊക്കെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. പിന്നെ എക്സാംസൊക്കെ ആവാറായി. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക. ഓക്കെ, താങ്ക് യു.